ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് കണ്ടിരുന്നു. അതായത് ഒരു കുട്ടിയുടെ വായിൽ സൂചി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും പിന്നീട് അത് പോലീസ് അന്വേഷിച്ചിട്ട് അത് സൂചിയല്ല, പകരം നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്നും അത് നമ്മുടെ വായിൽ നിന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടെത്തി ആ ഒരു കേസ് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ശരിക്കും നമുക്ക് റൂട്ട് കനാൽ പ്രൊസീജിയർ? പല പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂട്ട് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലുകൾക്ക് കേട് വന്ന് അത് ഞരമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ പല്ലിനെ സംരക്ഷിക്കണമെങ്കിൽ, അതായത് പല്ല് എടുക്കാതെ പറിച്ചു കൊടുക്കാതെ നമുക്ക് ആ പല്ലിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ, അതായത് ട്രീറ്റ്മെൻ്റ് ആണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. റൂട്ട് പല്ലിൻ്റെ വേരിനെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് വെച്ച് കൊടുക്കുന്ന പ്രൊസീജിയറാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അതായത് വേരിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് വെസൽസും അതുപോലെ ഞരമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വേര് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വളരെ ഫൈനായിട്ടുള്ള ഫയൽസുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫയലുകൾ നമ്മൾ വെച്ച് ഉപയോഗിച്ച് നമ്മൾ ആ വേര് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മരുന്ന് വെച്ച് അടച്ചു കൊടുക്കുന്ന പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ വേരുകൾ വളരെ തിന്നായിരിക്കും, ചില ആൾക്കാർക്ക് അത് കേർവ്ഡ് ആയിരിക്കും, വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, ചില ആൾക്ക് അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത്രയും നാരോ ആയിട്ടുള്ള ഫയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കനാൽ ക്ലീൻ ചെയ്തിട്ട് അതിലെ കംപ്ലീറ്റ് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ പഴുപ്പുകളൊക്കെ നമ്മൾ എടുത്ത് കളയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് ഈ ഫയലുകൾ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ ഈ ഫയൽ ഇൻസ്ട്രുമെൻറ്റ് ബ്രേക്കായി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി അത് സാധാ പോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തോ വേറെ കാര്യങ്ങളോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ ആ പല്ലിൻ്റെ ഉള്ളിൽ ആ ഒരു ഫയൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ആ പല്ല് പറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പല്ല് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പഴുപ്പ് കാരണം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്താൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾക്ക് ശരീരത്തിന് വലിയ ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാകുകയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് വരാൻ പോകുന്നില്ല. അപ്പം പലരും തെറ്റിദ്ധരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് ഉണ്ട് എന്ന് ആരെങ്കിലും നമ്മളോട് പറയുക അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കി നമ്മളത് മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പുതിയ മെത്തേഡ് ആധുനിക രീതിയിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് റിട്രീവൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്തരത്തിൽ ബ്രേക്കായി പോയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് അല്ലെങ്കിൽ ഫയൽസിന് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് ചില കേസിൽ നമുക്ക് പോസിബിൾ ആവണമെന്നില്ല. ഭയങ്കരമായിട്ട് കേർവ്ഡ് വളഞ്ഞു കിടക്കുന്ന പല്ലുകൾക്കൊക്കെ നമുക്ക് ഇത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സമയം എടുക്കുന്നതും ചിലപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നില്ല. അത്തരത്തിലുള്ള കേസിൽ നമുക്കത് പല്ലിൻ്റെ ഉള്ളിൽ അത് വെച്ചു എന്ന് വിചാരിച്ചിട്ടും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ പിന്നീട് പല്ല് പറിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ല് പറിച്ചതോടുകൂടി ആ ഒരു സംഭവം നമ്മുടെ വായനെ പോയി പല്ലിൽ നിന്ന് ആ പല്ലെടുക്കുന്നതോടുകൂടി നമ്മൾ വായന തന്നെ ആ ഒരു ഫയൽ നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ നിന്നു എന്ന് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ നിന്നു എന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പേടിക്കേണ്ട ഒരു കാര്യവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽസ് പല്ലിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ എക്സ്റേയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ കുറേ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് പിന്നീട് ആ പല്ലുകൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയോ ഒന്നും തന്നെ അത് വരുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതായത് ഒരു ഡോക്ടർ ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിൽ ഒന്നെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ആ പല്ലുകൾക്ക് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മരുന്നുകളൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പോയിട്ടില്ലെങ്കിൽ, അതായത് 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്ന റൂട്ട് കനാലാണെന്നെങ്കിൽ ഫസ്റ്റ് സിറ്റിങ്ങിലൂടെ നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോവാതിരുന്നാൽ പിന്നീട് സെക്കൻഡ് സ്റ്റേജിൽ വീണ്ടും ഇൻഫെക്ഷൻ വരികയും ആ പല്ലുകൾക്ക് വേദന വരികയും ചെയ്യും. അപ്പോഴാണ് എല്ലാവരും പിന്നീട് വേറൊരു സ്ഥലത്ത് പോയി എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഓരോന്ന് കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റൂട്ട് കനാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അവിടുന്ന് നമുക്ക് കറക്റ്റ് ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പിന്നീട് നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതല്ല. അപ്പം നമ്മൾ കറക്റ്റ് ഫോളോ അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി റൂട്ട് കനാലിൽ നവംബറിലാന്ന് തോന്നുന്നു, നവംബറിൽ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു കോളേജ് ഡെന്റൽ കോളേജിൽ പോയിട്ട്
റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഒരു 5-6 മാസം, ഇപ്പം അടുത്താണ് ആ കുട്ടി വീണ്ടും പല്ലിന് വേദനയായിട്ട് പോവുകയും പിന്നീട് അതിലൊരു സൂചി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർക്കെതിരെ കേസ് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫോളോ അപ്പ്, അതായത് ഡോക്ടർ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുകയും നമ്മൾ ആ കറക്റ്റ് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുകയും പ്രോപ്പർ മെഡിക്കേഷൻ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് ബ്രേക്കേജ് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാലും യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള എക്സ്റേയും കാര്യങ്ങളും എടുത്ത് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്താണ് റൂട്ട് കനാലെന്നും എന്താണ് റൂട്ട് കനാലിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.